മഹിയുടെ നിഗൂഢതയെ പര്യവേഷണം ചെയ്യാൻ വനത്തിൻ്റെ സജീവ മനം തേടി ഇറങ്ങിത്തിരിച്ച 6 പേർ മുറിഞ്ഞു പോകുന്ന കാനന പാതയും കാട്ടരുവികളും കടന്ന് പാമ്പും തേളും ആർത്തു വിരാജിക്കുന്ന വനത്തിനുള്ളിൽ ഒരു രാത്രി. അതാണ് മഹ്യ സഞ്ചാരി. സോ ഞങ്ങൾ പോകുന്ന സ്ഥലം ഡാൻഡോസ് ക്യാമ്പ് ഗ്രൗണ്ട്. വണ്ടിയിലും ബ്രാഡ്ലി ഉണ്ട്. ഞങ്ങളുടെ വിശേഷങ്ങൾ പങ്കുവെക്കാം. സോ നമുക്ക് ഇനി അവിടെ വെച്ച് കാണാം. ഓക്കെ, പോവല്ലേ? ബാ. ഇതിപ്പോ അവര് പിള്ളേറ്റമ്മയായിരിക്കും നമ്മള് കള്ളം പറഞ്ഞത്. ഞാൻ മാർക്കറ്റിൽ ഒരു മിനിറ്റ് മീൻ വാങ്ങിച്ചോണ്ടൊക്കെ പോകും. അപ്പൊ പിള്ളേരെ കള്ളം പറഞ്ഞത് വരുന്നില്ല. പ്രത്യേകം പറഞ്ഞു, മീൻ വാങ്ങിച്ചോണ്ട് വരുവാണെങ്കിൽ ഇവിടെ ചൂണ്ട കിട്ടുന്ന മീൻ മാത്രം വാങ്ങിക്കാൻ വരുന്നത്. താരമായി നിൽക്കാൻ പർവ്വതത്തിൻ താടിയ സ്വപ്നം കാണാൻ വെളിച്ചം കെടുത്തി താരങ്ങൾ കണ്ട് നമ്മൾ വിസ്മയിക്കുന്ന കാറ്റിനെ കാറ്റിലും കാവിൻ സൈറ്റിയും പോത്ത് ചെറുത്ത് ചിരിക്കുമ്പോൾ ഒറ്റക്കെട്ടിൽ നമ്മൾ മൈതാനത്ത് ഈ യാത്ര ഒരു മെമ്മറിയാണ്. അങ്ങനെ നമ്മുടെ യാത്രയുടെ തുടക്കം ഏതാണ്ട് ക്യാമ്പിംഗ് ഗ്രൗണ്ടിൽ തീർന്നിരിക്കുകയാണ്. ഇവിടെ നമ്മളെ കാത്ത് ഇതിനും കൂട്ടരും ഉണ്ടായിരുന്നു. ഇതിൻ്റെ മക്കൾ അവിടെ ഞങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു. ഇവിടെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തു. ഇതിൻ്റെ വണ്ടി അവിടെ കിടക്കുന്നു. നമ്മുടെ കാറ്, നമ്മുടെ സുഹൃത്തിൻ്റെ ബെൻസൻ്റെ കാറ്. ബെൻസൻ ഒരു ഹായ് പറഞ്ഞേര്. അങ്ങനെ ഞങ്ങൾ ഒന്നിച്ചെത്തിയിരിക്കുകയാണ്. ഓക്കെ, സോ ഇവിടെ നമുക്കിനിയും ഇവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത്, ഇവിടെ നമുക്ക് പവറില്ല. അപ്പം രാത്രി ആയിക്കഴിഞ്ഞാൽ നല്ല ഇരുട്ടും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അതുപോലെ തന്നെ ഇവിടെ ഇഷ്ടം പോലെ ആൾക്കാർ വന്നിട്ടുണ്ട്. ഇഷ്ടം പോലെ ആൾക്കാർ ക്യാമ്പ് ഫയറൊക്കെ ഓൾറെഡി ആൾക്കാർ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. തണുപ്പുണ്ട് ഇച്ചിരി, അതുകൊണ്ടാണ് ആൾക്കാർ ഇപ്പോഴേ അങ്ങ് സ്റ്റാർട്ട് ചെയ്തത്. സോ നല്ല ഭയങ്കര ഉയരമുള്ള മരങ്ങളാണ്. ഇതിനിടയ്ക്കാണ് നമ്മൾ ക്യാമ്പിങ് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ ഇതാണ് ക്യാമ്പ് സൈറ്റ്. നമുക്ക് എല്ലായിടത്തും ക്യാമ്പ് ഫയർ ചെയ്യാനുള്ള ഗ്രില്ല് ചെയ്യാനും ഒക്കെ ഡയറക്റ്റ് അവർ നമുക്ക് തന്നിട്ടുണ്ട്. അവർ ഞങ്ങൾ വന്നിട്ട് ഏതാണ്ട് 3-4 മണിക്കൂറായി. 2:40 ഇപ്പം 2:40 ഞങ്ങളിവിടെ വന്നപ്പോൾ തന്നെ ഒരു 12 മണിയായി. ടെൻറ്റൊക്കെ സെറ്റ് ചെയ്തു. എനിക്കും കാണാം എൻ്റെ പിന്നിൽ ഒരു ടെൻറ്റിനകത്ത് 6 പേർക്ക് കിടക്കാവുന്ന ടെൻറ്റാണ്. വലിയ ടെൻറ്റാണ്. ഇത്രയും വലിപ്പമുള്ളൂ. ഇതിനകത്ത് കിടക്കാവുന്നവർ പറയാൻ. പക്ഷെ നമ്മുടെ 2 എയർബെഡുണ്ട്. ആ എയർബെഡും കൂടെ വെച്ച് നമ്മൾ നടുക്ക് ഒരു ചെറിയ ഒരു ടെൻറ്റുണ്ട്. അത് ആർക്ക് വേണ്ടി യൂസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടിരിക്കുകയാണ്. എനിവേ, ഇതാണ് സിറ്റുവേഷൻസ്. ഓരോരുത്തർ വണ്ടിയുടെ മുകളിൽ കിട്ടുന്ന ടെൻറ്റുകളുണ്ട്. ഹൈ ഒരു നമ്മുടെ കിളിക്കൂട് പോലൊക്കെ ചെയ്തു വെച്ചിട്ടുള്ളവരുണ്ട്. ഇത്രയും തണുപ്പുണ്ടോ അവർക്ക്? അത്രയും കത്തിച്ചിരിക്കാൻ തക്കണം. രാവിലെ തൊട്ടിരിക്കുകയായിരിക്കും ആ ചൂടത്ത്. പിന്നെ ചൂടിൽ നിറങ്ങാൻ പറ്റത്തില്ല. വന്നപ്പോൾ തൊട്ട് ഭയങ്കര ആഴിയാണ്. ഇതാണ് ഞാൻ മുമ്പേ പറഞ്ഞ ചെറിയ ബെഡ്. സോ ഇതൊരു ചെറിയ
ബെഡ് സെറ്റപ്പ് സൈഡിൽ അത് മെക്കാനിക്കലാണ്. അത് നമ്മളതിന് പ്രത്യേകിച്ചൊന്നും വേണ്ട, സ്റ്റാൻഡ് വലിച്ച് നൂർത്ത് ഉണ്ടാക്കിയാൽ മാത്രം മതി. അപ്പോൾ അടുത്തൊരു ബെഡൂടെ പമ്പ് ചെയ്യുകയാണ്. അതിൻ്റെ മോട്ടർ അതിൻ്റെ കൂടെ തന്നെ വന്നതാണോ ബെൻസ? ഓ സെപ്പറേറ്റ് മേടിക്കണം മോട്ടർ. ആഹാ, അത് എത്ര രൂപ അതിന്? വണ്ടി സ്റ്റാർട്ടായിട്ടുണ്ടോ? സ്വിച്ച് ഓൺ ആക്കണമായിരിക്കും. ഓക്കെ, ഇതൊരു ഡബിൾ ബെഡാണ്. അപ്പോൾ അതുകൂടെ ഉപയോഗിക്കാനുള്ള പരിപാടിയാണ്. ഞങ്ങൾ വെറുതെ ഒന്ന് ഒരു ബുഷ് വാക്കിന് ഇറങ്ങിയതാണ്. ഇത് ബുഷൊന്നും അല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം അരുവികളുടെ സൈഡിൽ കൂടി, അതെ അങ്ങനല്ലേ ഇനി പൊളിക്കാൻ പറ്റാനെ പൊളിക്കാം. അപ്പം അതെ, ഒന്നുള്ളൂ ഫോളോ. എന്നാ ഒരു അമാന്തം. അപ്പുറത്തോണം പോകാൻ സ്ഥലം ശരിയല്ല. അതെ, ഞാൻ എന്തിനാണ് ഇത് കണ്ടിന്യൂസ് ഷൂട്ട് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കറക്റ്റ് അതിന് വേണ്ടി. അത് എങ്ങനെ മനസ്സിലാക്കിയെന്നുള്ളത് അത് കറക്റ്റ്. ഞാൻ അവിടെ ഒരു മ്യൂസിക് കൂടെ നിങ്ങൾക്ക് കിട്ടും കറക്റ്റായിട്ട്. വീണേഴ്സ് ഒരാൾ ഇറങ്ങി പോവുകയാണ്. വീഴുകയാണെങ്കിൽ ഞാനൊരു വളരെ ആദ്യമേ ഒരു ബ്ലുമെന്നൊരു ശബ്ദവും പിന്നെ ഒരു വീണയുടെ ശബ്ദവും പക്ഷെ വീഴുകയില്ല കേട്ടോ. വളരെ സ്ട്രോങ് ആണ്. മനസ്സാ ഒന്നും നോക്കണ്ട, ഇറങ്ങിക്കോ. മനസ്സാ നീ എന്തിനാ ഇങ്ങനെ ഒരുമാതിരി വിഷമിച്ചൊക്കെ നിൽക്കുന്നേ? ഒന്ന് വന്നേന്നേ. ഇതുവഴി പോകാൻ മനസ്സാ. ഞാനും അദ്ദേഹം പോയ അതേ വഴിയിൽ കൂടെ തന്നെ ഒന്ന് നടന്നു പോവുകയാണ്. അദ്ദേഹം അങ്ങേര് വീഴുകയാണെങ്കിൽ ഞാൻ ബ്ലുമെന്നുള്ള സൗണ്ട് ഇടും. ഇത് ഇത്രയും പേര് കയറുന്നുണ്ടെ ഒടിയത്തില്ലേ? എന്നെ തന്നെ ഞാനൊന്ന് കാണിക്കാൻ എന്ത് പാടുപെട്ടാന്നറിയോ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് ഭയങ്കര പരിപാടിയായിരിക്കും. അരുവി എന്ത് രസമായിട്ട് ഒഴുകുന്നേ. Yeah. നമ്മുടെ സുഹൃത്തുക്കൾ ഇരുന്ന് ചീട്ട് കളിക്കുകയാണ്. പക്ഷെ ഉണോ എന്ന് മാത്രമേ ഉള്ളൂ. കളിക്കാൻ പറ്റിയ പ്രായത്തിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാലെന്താ, എൻ്റെ ഒരു 3000-ഓളം ഫോളോവേഴ്സ് പറഞ്ഞതിൻ്റെ പേരിലാണ് ഞാനിപ്പോൾ നിങ്ങളെ ഈ വീഡിയോ കാണിക്കുന്നത്. ചിരികളി കാണിക്കണമെന്നുള്ളത് 2000-ഓളം ഫ്രണ്ട്സും 3000-ഓളം ഫോളോവേഴ്സും എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ നിങ്ങളെ കാണിക്കുകയാണ്. ഞങ്ങളുടെ ചെറിയൊരു ടെൻറ്റിൽ നിന്നുള്ള കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സമയം കളയാനായിട്ട് ഓരോരോ പരിപാടികൾ എടുത്തു തരുന്നവർക്ക് ഒരു ഗ്ലാസ് ചായ കൂടുതൽ ഒരു സാധനമാണ്. എടുക്ക്. ആ മസിൽ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പം എടുക്കുന്നത് പിള്ളേരെ പേരിക്കും ഞാൻ കള്ളം പറഞ്ഞതാണ്. ഞാൻ സമാധാനിക്കും. എടുക്ക് പെട്ടെന്ന് കേരട്ടം അങ്ങോട്ട് എടുക്ക് പെട്ടെന്ന് പൊക്ക്. വീട് പൊക്ക പോരട്ടെ. കേരട്ടെ. എടുത്തിട്ടാണ് ഇങ്ങോട്ട് മറക്കണം അല്ലെ 3000-ഓളം ഫ്രണ്ട്സ് നിങ്ങൾ എത്തി തുടങ്ങി. ക്യാമറയുടെ മുന്നിൽ കയറി ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ 3000-ഓളം ഫ്രണ്ട്സ് ചിലപ്പോൾ നിങ്ങളെ റബ്ബർ ഉരുകുന്നുണ്ട്.
ആ തകിട് വളഞ്ഞു. അതൊരു 200 മെയിൻറ്റെയിൻ ചെയ്ത് അങ്ങനെ ഇരിക്കാറ്. ചിക്കൻ ഉണ്ട്, സോസേജ് ഉണ്ട്, ബീഫ് സ്റ്റേക്ക് ഉണ്ട്. ബോറടിക്കുന്നല്ലേ? അപ്പൊ ഇത് അടുപ്പിച്ച് വെക്കാം, അടച്ചു വെക്കാം. ഒരെണ്ണം ഗ്യാസയിലും ഒരെണ്ണം ഞങ്ങളുടെ തീയയിലുമാണ് പൊക്കോണ്ടിരിക്കുന്നത്. അപ്പൊ രണ്ടിന്റെയും കൂടെ ടേസ്റ്റ് നമ്മൾ ഇന്ന് താരതമ്യം ചെയ്യുന്നതായിരിക്കും. ഏതിനാണ് നല്ലത്, ഗ്യാസിന്റെ ഫയർ ആണോ ചാർക്കോളിന്റെ ആണോ എന്നുള്ളത്. എൻ്റെ അഭിപ്രായത്തിൽ ചാർക്കോൾ തന്നെയാണ് രുചി. ഈ ഇരിക്കുന്നത് മുഴുവൻ ബീഫാണ്. പക്ഷെ ഈ റെഡ് ഒന്ന് ക്യാമറ കാണിച്ച്, ഇതാണ് കാംഗ്രൂ മീറ്റ്. ഇതാണ് കാംഗ്രൂവിൻ്റെ മീറ്റ്. അത്രയും റെഡാണ്. സോ ഇതിനും നമ്മൾ ടേസ്റ്റ് പറയുന്നതായിരിക്കും. അതിൻ്റെ ഇത് ബീഫാണ്. സോ ചിലര് കഴിച്ചു തുടങ്ങി. സോ ഒന്ന് ചോദിച്ചേ, മെൻസ കൊണ്ട് ചോദിച്ചേ, എടുത്തോണ്ട് ചോദിച്ചേ. സോ ഹൗ ഇസ് മെൻസ, എങ്ങനെയുണ്ടായിരുന്നു കാംഗ്രൂ മീറ്റ്? എങ്ങനെയുണ്ട് ടേസ്റ്റ് ചെയ്തിട്ട്? ചാർക്കോൾ ഇസ് ഗുഡ്. ആണോ? എങ്ങനെയുണ്ട് ടേസ്റ്റ്? എന്ത് പറയാനുണ്ട് അതിന്റെ? ഈ നമ്മുടെ മറ്റുള്ള എന്തെങ്കിലും കാംഗ്രൂ ടേസ്റ്റ് ഉണ്ട്. എങ്ങനെയുണ്ട് ഇത്? ഫുഡ് എങ്ങനെയുണ്ട്? Still keeps breaking down. So do you know what you eat now? Kangaroo. I love eating the native population. Oh. So you are a എന്ത് ഈ മനുഷ്യ കഴിക്കുന്ന പേരെന്താ പറയുന്നത്? Cannibal. Cannibal. Oh yeah. Okay. So എങ്ങനെയുണ്ട് kangaroo meat? Chewy, but it's really yummy. Is it yummy? Yeah, I'm gonna eat a lot of this. Okay. That's good. ഇല്ല, ഇത് നമുക്കുള്ളത് കൊടുക്കണ്ട. അങ്ങനെയാണെങ്കിൽ ഗുഡ്. ഇത് ചാർക്കോളാണ്. ശരിക്കും പറഞ്ഞാൽ ചാർക്കോളായി കണ്ടാൽ അറിയാം. കാര്യം പറ്റിപ്പോയത് ഇത് ഇച്ചിരി ഫ്രോസൺ ആയിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ കണ്ടമാനവും കരിഞ്ഞത്. തന്നെയല്ല ഇതിൻ്റെ മണ്ടയ്ക്ക് അവർ ചേർത്ത് ഇട്ടിരിക്കുന്ന മാരിനേറ്റ് എനിക്ക് തോന്നുന്നത് ഇത് ഈ ഹണിയും പിന്നെന്തായിരുന്നു ഇതിൻ്റെ മണ്ടയ്ക്ക് ഉണ്ടായിരുന്നേ, ഹണി മിക്സ്ഡ് ആയിട്ടുള്ള നമ്മുടെ സോസുകളാണ്. സോ അതുകൊണ്ടാണ് ഈ പെട്ടെന്ന് ഇത് കരിയുന്നത്. പഞ്ചാരയുടെ ഇതുള്ളതുകൊണ്ട് പെട്ടെന്ന് ഇത് കരിയുന്നത്. എനിവേ നല്ല രുചിയുണ്ട്. ഇത് പന്നിയുടെ റിബാണിത്. പന്നിയാണ് ഈ സാധനം കേട്ടോ. Where are the marshmallows at? Oh, okay, marshmallow. Okay. So I'm making it nice and crispy, but it's gonna be nice and gooey in the inside. Nice and soft in the inside. So I'll show you. Okay. So you just melt like that. Oh, okay. So ഇവിടെ ഇത് ഇങ്ങനെ ചെയ്യുമോ ആൾക്കാർ ഈ ഫയറിന് മണ്ടയ്ക്ക്? Yeah, everyone does it. It's like a tradition. Tradition? Camping tradition. Camping tradition. Okay, that's good. ഇന്നത്തെ നമ്മുടെ മീറ്റിന്റെ നിങ്ങളുടെ അഭിപ്രായം എന്താ പറയുക? എങ്ങനെ പോയി കാര്യങ്ങൾ? നമ്മുടെ ഉണ്ടാക്കിയതിന്റെ പച്ചയായ വാസ്തവം നിങ്ങൾ പച്ചയായി പറയൂ. പച്ചയായി പോയി എന്നുള്ളതാണ് അതിന്റെ വാസ്തവം. കുറച്ച് പച്ചയായി പോയി. പച്ചയായ വാസ്തവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയ മീറ്റ് ഫ്രോസൺ ആയിരുന്നു. അപ്പോൾ അത് ഫ്രോസൺ ആയിരുന്നു. പ്രോപ്പർ ആയിട്ട് ഡീഫ്രോസ്റ്റ് ആവാഞ്ഞതുകൊണ്ട് ചെറിയ അബദ്ധം പറ്റി. അതുകൊണ്ട് അകം കുക്കാവുന്നതിന് മുമ്പ് വെളി കരിഞ്ഞു പോകുന്ന അവസ്ഥയൊക്കെ ഉണ്ടായി. ആദ്യത്തെ ഒരു സെക്ടറിൽ, ആദ്യത്തെ ഒരു സെക്ഷനിൽ മാത്രം. പിന്നെ വന്നിട്ടുള്ളത് എല്ലാം പെർഫെക്റ്റ് ആയിരുന്നു, ഓക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് കെബാബ്സ് ഉണ്ടാക്കി, എന്താ പറയുക, കാംഗ്രൂവിന്റെ മീറ്റ് ഉണ്ടാക്കി, അടിപൊളിയായിരുന്നു. അപ്പോൾ ബെൻസന്റെ അഭിപ്രായം കൂടെ പറയാം, എങ്ങനെ ഉണ്ടായിരുന്നു? എൻ്റെ സിമിലർ, കുറച്ചും കൂടെ നമ്മുടെ മാരിനേറ്റ് ആണ് എൻ്റെ കുറച്ചുകൂടി ഇഷ്ടം. ഓക്കെ മാരിനേഷൻ ആണെങ്കിലും ദാറ്റ്സ് ഡിഫറെന്റ്. അതിന് പണിയുണ്ട്. നമുക്ക് കടയിൽ പോയി നേരെ മേടിച്ചാൽ മതി. മേടിച്ച സാധനം നേരെ തന്നെ ഉപയോഗിക്കാന്നുള്ളത്. അതെ, എനിക്ക് തോന്നിയത് നമ്മുടെ മാരിനേഷന് നമ്മുടെ പ്രശ്നം എന്താ പറയുക ബെൻസ്? അതിന്റെ പ്രശ്നം എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മുടെ മാരിനേഷനകത്ത് വരുമ്പം ഈ മസാല കണ്ടമാനം നമ്മൾ യൂസ് ചെയ്യും. ഇവർ ഈ മസാല എന്ന് പറയുന്നത് ഉള്ളി കളറിന് വേണ്ടി മാത്രം ഉപയോഗിച്ചിട്ട് ഇവർ ഉപയോഗിക്കുന്ന ഹെർബ്സ് ആണ് അതിൽ ആഡ് ചെയ്തെടുക്കുന്നത്. നമ്മൾ യൂസ് ചെയ്യുമ്പം
ഈ മുളക് പൊടിയും മല്ലിപ്പൊടിയും എല്ലാം കൂടിയിട്ട് തേച്ച് പിടിപ്പിച്ച് അല്ലെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും ഒഴിച്ച് ചെയ്യുകയാണ്. ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ ഉപയോഗിക്കുന്ന ഹെർബ്സാണ്. അപ്പം അതിന്റെ ഒരു ടേസ്റ്റ് അതിനകത്ത് വരാൻ ചാൻസ് ഉണ്ട്. ഒരു മുന്നോട്ട് നിൽക്കും. പിന്നെ അല്ല ഇവർ തന്നെ ഇവിടുത്തെ എല്ലാത്തിനും ഷുഗർ ഏത് കണ്ടന്റിനകത്ത് ഇപ്പൊ നമ്മൾ ഇതിന്റെ മാരിനേഷനകത്ത് എവിടെ നോക്കിയെന്ന് പറഞ്ഞാൽ ഹണി ഷുഗറിന്റെ കണ്ടന്റ് ഉണ്ട്. പക്ഷെ നമ്മൾ ജീവിതത്തിൽ ഒരു കറിക്ക് ഈവൻ നമ്മൾ അച്ചാറിടുമ്പോൾ പോലും ഈ അടുത്ത കാലത്താണ് ചില റെസിപ്പിക്കകത്തൊക്കെ ഷുഗർ ആഡ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു തുടങ്ങിയത്. ഇല്ലേ, പണ്ട് നമ്മൾ ഇഞ്ചിക്കറി ഉണ്ടാക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ നാട്ടിലെ പഴയ ആൾക്കാർ ഷുഗർ ചേർക്കുന്നത്. വേറെ കുക്കിങ്ങിനകത്ത് ഷുഗർ നമ്മൾ ചേർക്കാറില്ല. സ്റ്റേക്കിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിച്ചതാണ്. സ്റ്റേക്ക് ഉണ്ടാക്കുന്ന ഒരു റെസിപ്പി പറയാൻ പറ്റുമോ? ഈസി. സോൾട്ട് പെപ്പർ, പിന്നെ അതിനകത്ത് ബട്ടർ മേളിൽ കൂടെ ഓക്കെ വെൽഡൺ ആയി വരുമ്പം ഇത്ര മതി, വേറെ ഒന്നും വേണ്ട കാര്യമില്ല. ചിലർക്ക് എല്ലാവർക്കും എല്ലാ രീതിയും ഇഷ്ടപ്പെടത്തില്ല. ചിലർക്ക് വെൽഡൺ ആണ്, ചിലർക്ക് റയർ ആണ്, ചിലർക്ക് വെരി റയർ ആണ്. അതെ 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 അതെ. ഈ സ്റ്റേക്ക് ആക്ച്വലി നമ്മൾ ഈ സ്റ്റേക്ക് ഹൗസിലൊക്കെ പോയി സ്റ്റേക്ക് കഴിക്കുന്നുണ്ട്. അവരുടെ ഒരു റെസിപ്പിക്കകത്ത് കൂടുതലും ഉപയോഗിക്കുന്ന രണ്ട് മൂന്ന് ഇതിനകത്ത് പെടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒന്ന് ഇവർ ഉപയോഗിക്കുന്നത് ബട്ടർ, മെയിൻ നിങ്ങൾ പറഞ്ഞ ബട്ടറിനകത്താണ് ഇവരിത് കുക്ക് ചെയ്യുന്നത്. 2 ഗാർലിക്ക് അവർ ചതച്ച് അരിയത്തില്ല, ഗാർലിക്ക് നന്നായിട്ട് ചതച്ചിട്ട് ഈ ഇതിനകത്തിട്ടേക്കും. അപ്പോൾ ഈ ഗാർലിക്കിൻ്റെ കൂടെ ആ ഉരുകി വരുന്ന ആ ഒരു മണവും ഇതും കൂടെ ഈ സ്റ്റേക്കിനകത്തോട്ട് വരുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞതുപോലെ 3 minutes ആണ് ഇവരുടെ സ്റ്റേക്കിൻ്റെ 1 side. അത് കറക്റ്റായിട്ട് ഞാനത് ചെയ്ത് നോക്കിയിട്ടുണ്ട് കേട്ടോ. സത്യം അത് സൂപ്പറാണ്. കറക്റ്റ് 3 minutes 1 side, നെക്സ്റ്റ് മിനിറ്റ് 3 minutes into 6. എല്ലാം എരിഞ്ഞടങ്ങുന്ന ഒരു സ്ഥലമാണ് അഗ്നികുണ്ഡം. അഗ്നികുണ്ഡം ഗുണ്ടം. ഇവിടെ ഒരു പാർട്ടി ഒന്ന് ഉറങ്ങുന്നുണ്ട് കേട്ടോ. ചരിഞ്ഞ ഇരിപ്പുണ്ട്, കാണാനില്ലെന്നേ ഉള്ളൂ. ഇവിടെയൊക്കെ ആൾക്കാർ ഇരിപ്പുണ്ട്. എല്ലാവരും കിടന്നുറങ്ങി. ഇനി നമ്മളേ ഉള്ളൂ കിടന്നുറങ്ങാൻ. അപ്പം ഞങ്ങൾ കിടക്കുന്ന ടെൻറ്റ് ആണ്. ഞങ്ങളെല്ലാവരും ഒന്ന് കിടക്കാൻ പോവാണ്. ഇതിൻ്റെ കോർണറിൽ നിന്ന് കാണിക്കാം. 6 പേർക്ക് കിടക്കാമെന്ന് അവർ പറയുന്നു. പക്ഷേ 3 പേര് കിടക്കുമ്പോഴേ ഏതാണ്ടൊക്കെ അല്ല കേട്ടോ. 4 പേർക്ക് സുഖമായിട്ട് കിടക്കാം. പിന്നെ 6 പേരുടെ കാര്യം വേണമെങ്കിൽ ഒന്ന് തീരുമാനിച്ച് പറയാവുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പം ഞങ്ങളുടെ ടെൻറ്റ് ഇതാണ്. വളരെ കൺവീനിയൻ്റ് ആണ്. ഓക്കെ, അപ്പം ഞാനും ബാൻഡിയും കൂടെ ആ സൈഡിൽ കിടക്കും. ബെൻസൺ സ്ലീപ്പിംഗ് ബാഗിനകത്ത് കയറി. ബാൻഡി ആണെങ്കിൽ സ്ലീപ്പിംഗ് ബാഗിനകത്ത് കയറിയതിന് ശേഷം എൻ്റെ ഡൂണാൻ എടുത്തിട്ടുണ്ട്. ഞാൻ സ്ലീപ്പിംഗ് ബാഗ് എടുത്തിട്ടില്ല. എടുക്കേണ്ടി വരുമോ? ഇവിടെ കിടപ്പുണ്ട്. ഓക്കെ, ഇല്ല ഇവിടെ കിടപ്പുണ്ട്. ഓക്കെ, അപ്പോൾ ഞങ്ങൾ കിടക്കാൻ പോവാം അന്നേരം. ഓക്കെ, ഹായ്, വെരി 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 ഗുഡ് മോർണിംഗ്. ദ ടൈം നൗ ഇപ്പം 6:15 ആയിട്ടുണ്ട്. സോ അതാണ് ഇപ്പോഴത്തെ സമയം. ഞങ്ങൾ രാവിലെ തന്നെ എഴുന്നേറ്റു. രാത്രിയിൽ ഈ ക്യാമ്പ് ഭയങ്കര മ്യൂസിക്കും കാര്യങ്ങളും ഒക്കെ വെച്ച് ആൾക്കാർ ഭയങ്കരമായ ഡിസ്റ്റർബൻസ് ആയിരുന്നു. അത് അവർ എൻജോയ് ചെയ്തു, നമുക്ക് ആ ഡിസ്റ്റർബൻസ് ആയിരുന്നു. പക്ഷെ ഉറങ്ങാനൊക്കെ ഒത്തിരി സമയമെടുത്തു. പിന്നെ കൂടെ താമസിക്കുന്നവർ കൂർക്കം വലിക്കുന്നുണ്ടെങ്കിൽ പറയണം, ഞാൻ അതിനപ്പുറത്തേത്. ഏതായാലും കൂടെ ഞങ്ങളുടെ എല്ലാം കൂടെ കൂർക്കം വലിയുടെ താളത്തിൽ എല്ലാവരും ഉറങ്ങി. രാവിലെ എഴുന്നേറ്റ് ഇന്നലെ ഇട്ടിരുന്ന തീ ഇച്ചിരി അവിടെ ബാക്കിയുണ്ടായിരുന്നു രാവിലെ എഴുന്നേറ്റപ്പോൾ. അപ്പം അതിനകത്തോട്ട് വീണ്ടും കരിയിലൊക്കെ ഞങ്ങൾ വാരിയിട്ട് തീ കത്തിക്കുകയാണ്. ബ്രാഡ്ലി നിന്ന് ചൂട് കൊള്ളുന്നു. നമ്മുടെ ഈതൻ കാപ്പി ഉണ്ടാക്കാനുള്ള പുറപ്പാടിലാണ്. രാവിലെ ഇച്ചിരി ചൂട് കാപ്പി കുടിച്ചാലോ എന്ന് വിചാരിച്ചു. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് ഒരു പ്രത്യേക അറ്റ്മോസ്ഫിയർ ഉള്ള സ്ഥലത്ത് നിന്നുണ്ട്. എത്രത്തോളം എൻ്റെ ശബ്ദം നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. കാരണം വെള്ളങ്ങളിലെ കളകള ശബ്ദങ്ങളും കാട്ടിലെ കിളികളുടെ ശബ്ദങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് എൻ്റെ ശബ്ദം നിങ്ങൾക്ക് എത്രത്തോളം കേൾക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെങ്കിൽ എനിക്ക് നിങ്ങളോട് ഇവിടെ നിന്ന് തന്നെ സംസാരിക്കണമെന്നുള്ള എൻ്റെ ഒരു വാശി, നിങ്ങളെ ഇത് കേൾപ്പിക്കണമെന്നുള്ള എൻ്റെ ഒരു സന്തോഷവും കാരണമാണ് ഞാൻ ഇവിടെ നിന്നുകൊണ്ട് ഈ വലിയ വായിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ പറയുന്നത്. ഓസ്ട്രേലിയയിൽ ഉള്ള ഒരു സ്ഥലമാണ്
മെൽബണിൽ താമസിക്കുന്നവർക്ക് ഏറ്റവും അടുത്ത് വരാൻ സാധിക്കുന്ന ഒരു സ്ഥലമാണ്. ഏത് സമയത്തും ടെൻ്റ് അടിച്ച് താമസിക്കാൻ പറ്റുന്ന ഒരു ടെൻ്റ് ഗ്രൗണ്ട് ഇവിടെ ഉണ്ട്. പക്ഷേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, പവേർഡ് ഗ്രൗണ്ട് അല്ല. സോ പവറിന് വേണ്ടിയുള്ള സകല സംഗതികളും നിങ്ങൾ കരുതിക്കൊണ്ട് വേണം ഇവിടെ വരാൻ. പക്ഷെ അതാണ് ഇവിടുത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. നമ്മൾ ആ ഒരു അവസ്ഥയിൽ കൂടെ കടന്നു പോകുന്നതാണ് ഈ ഒരു ടെൻറ്റിങ്ങിൻ്റെ, ഈ ഒരു ക്യാമ്പിങ്ങിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഇതുപോലെ ഗ്രൂപ്പായിട്ടിവിടെ വന്ന് ടെൻറ്റ് ചെയ്യാനുള്ള സ്ഥലങ്ങൾ ഇവിടെ ഉണ്ട്. നേരത്തെ വന്ന് നമ്മൾ ബുക്ക് ചെയ്യണമെന്നേ ഉള്ളൂ. ബുക്കിംഗ് ഒന്നുമില്ല. നേരത്തെ വന്ന് നമ്മളായിട്ട് വന്ന്, പണ്ട് നാട്ടിൽ നമ്മൾ പറയത്തില്ല, ബസ്സിലൊക്കെ തൂവാലിട്ടിട്ട് പോകുന്ന പരിപാടി, സീറ്റ് ബുക്ക് ചെയ്യുന്ന പരിപാടി, അത്രയൊക്കെ ഉള്ളൂ. ഒരാൾ നേരത്തെ വരിക എന്ന് മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ രാവിലത്തെ കാഴ്ചകളാക്കുന്നു കഴിഞ്ഞാൽ എല്ലാവരും എഴുന്നേറ്റു. നമ്മുടെ കുട്ടിപ്പുലികൾ എഴുന്നേറ്റു. അപ്പോഴത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ അവർ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ആരും ഉണ്ടാക്കി കൊടുക്കണ്ടല്ലോ. അപ്പോൾ ഇന്നലെ ഇച്ചിരി ലെഫ്റ്റ് ഓവറൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ. അപ്പോൾ അതും പുതിയ കുറച്ച് കാര്യങ്ങളും ചൂണായും ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് ഓരോരുത്തർ അവരവരുടെ ഇഷ്ടത്തിനൊക്കെ ഉണ്ടാക്കി കഴിക്കട്ടെ. ഇനി നമ്മുടെ ക്യാമ്പൊക്കെ നമുക്ക് അഴിച്ചെടുക്കണം, വണ്ടിയെ കയറ്റണം, ഇതൊക്കെ യാത്രയാകണം. ടെൻറ്റ് മൊത്തത്തിൽ ഞങ്ങൾ പാക്ക് ചെയ്തു. ഇനി അടുത്തത് അവർ ചെയ്യുകയാണ്. ഞാനും ബ്രാഡ്ലിയും കൂടാണ് ഒരു ഒരെണ്ണം ഫുള്ള് സെറ്റ് ചെയ്തു. അപ്പം ഞാനിപ്പോൾ നിൽക്കുന്നത് യാത്രാ മധ്യത്തിലാണ്. വീട്ടിലോട്ട് പോകുന്നതിൻ്റെ മധ്യത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. നിങ്ങളെ ഞാൻ ഞങ്ങളുടെ ക്യാമ്പ് സൈറ്റുകളും ഒക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു. എൻ്റെ കൂടെ നിങ്ങൾ കുറച്ച് നേരം ഉണ്ടായിരുന്നു. ഞങ്ങൾ ക്യാമ്പ് ഫിക്സ് ചെയ്തതും അവിടുത്തെ ആൾക്കാരും ഒക്കെ നിങ്ങൾ കണ്ടു. അവിടുത്തെ അരുവികളും കാടും, നല്ല ഒരു ഫോറസ്റ്റ്, ഒരു തിക്ക് ഫോറസ്റ്റ് ആയിരുന്നു. ഞാനിപ്പോൾ നിൽക്കുന്നിടത്ത് ഈച്ച നന്നായിട്ടുണ്ട്. അപ്പം അതാണ് കണ്ടവൻ ആട്ടുന്നത്. സോ എൻ്റെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. ഇതോടുകൂടി ഞങ്ങളുടെ ക്യാമ്പിങ് ഇവിടെ തീരുകയാണ്. ഇനിയും ഒരു ക്യാമ്പ് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ക്യാമ്പ് ചെയ്യണമെന്നുണ്ട്. അതിൻ്റെ വിശേഷങ്ങൾ ഇനി ഒരിക്കൽ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാം. നിങ്ങളും ഇത് കണ്ട് നന്നായി എന്ന് പറയുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ, എന്തെങ്കിലും കമൻറ്റുകളുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളെ അറിയിക്കണം. അതുപോലെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, നിങ്ങൾ ഷെയർ ചെയ്യണം, നിങ്ങൾ ലൈക്ക് ചെയ്യണം. എനിക്ക് പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, നിങ്ങൾ കമൻറ്റ് ചെയ്യണം. പല സുഹൃത്തുക്കളും എന്നെ വിളിച്ച് നല്ല അഭിപ്രായങ്ങളും അല്ലെങ്കിൽ ചേഞ്ചസ് ഒക്കെ പറയേണ്ടതൊക്കെ പറയാറുണ്ട്. പക്ഷെങ്കിൽ ഞാൻ പ്രതീക്ഷിക്കുന്നത് നിങ്ങൾ ഒരു 2 വരിയിലെങ്കിലും നിങ്ങൾ കമൻറ്റുകളായി എഴുതുക. അത് മറ്റുള്ളവർക്കൂടെ അതൊരു പ്രയോജനമായി തീരുമെന്ന് ഞാൻ കരുതുന്നു. സോ എല്ലാവർക്കും എൻ്റെ ഒരു നല്ല വണക്കം.